അറസ്റ്റിനായി വീട്ടിലെത്തിയപ്പോൾ ഹൈറിച്ച് തട്ടിപ്പ് കേസ് പ്രതികൾ രക്ഷപ്പെട്ടുവെന്ന് ഇ.ഡി. മഹീന്ദ്ര ഥാർ ജീപ്പിലാണ് കടന്നത്. സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം നൽകാൻ പോലീസിനോട് ഇ.ഡി. ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാഗൻ ചേരുന്നുണ്ട്. രാഗിന് വിവരങ്ങൾ. ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് തൃശ്ശൂരിൽ പരിശോധനയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നടത്തിയത്. അറസ്റ്റ് നീക്കമാണ് ഇ.ഡി. നടത്തിയത്. അറസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇ.ഡി. അവിടെ എത്തിയത്. പക്ഷേ അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപ് ആ ഘട്ടത്തിൽ ഇവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഹൈറിച്ച് ഉടമ പ്രതാപൻ, അതോടൊപ്പം തന്നെ ഈ ഭാര്യ സീന CEO ആണ്, കൂടാതെ ഡ്രൈവർ സരൺ, ഈ 3 പേരും മഹീന്ദ്ര ഥാർ ജീപ്പിൽ ഇ.ഡി. ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്ന ഘട്ടത്തിൽ രക്ഷപ്പെട്ടു എന്നതാണ് വ്യക്തമാകുന്നത്. ഇ.ഡി. അക്കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജില്ലാ പോലീസ് മേധാവിക്കും മറ്റും ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന വ്യാപകമായി ഒരു അലർട്ട് നൽകണം, ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി, ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് വേണം എന്നതാണ് ഇ.ഡി. വ്യക്തമാക്കിയിട്ടുള്ളത്. ഏകദേശം കോടിക്കണക്കിന് 1600 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നതാണ് ഇപ്പോൾ ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത്. ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണി ചെയിൻ മാതൃകയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന പേരിലാണ് ഈ തട്ടിപ്പ് മുഴുവനും നടത്തിയിട്ടുള്ളത്. നേരത്തെ ഇൻകം ടാക്സിന്റെ GST വിഭാഗം ഇവർക്കെതിരെ നടപടി തുടങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ പോലീസും ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പോലീസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഇത്രയധികം രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസും പറഞ്ഞത്. ഈ ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ ഈ ഒരു 100 കോടി രൂപയിലധികം വരുന്ന സംഭവത്തിൽ പരിശോധന ആരംഭിച്ചത്. ആ പരിശോധന ആരംഭിച്ച് ഇവരെ പ്രതി ചേർത്ത് അറസ്റ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ എത്രയും വേഗം പിടികൂടും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വരും ദിവസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ അറസ്റ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകാനാണ് ഇ.ഡിയുടെ നീക്കം. അതിനുള്ള വ്യാപക പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.